മനസ്സിനെ അന്വേഷിച്ച് ഒരു പെൺകുട്ടി വയലോരം വീട്ടിലെത്തിയതിൽ എല്ലാവർക്കും സംശയം. മതികലയ്ക്ക് അച്ഛനോടുള്ള സ്നേഹപ്രകടനത്തിൽ ജലജയ്ക്ക് ദേഷ്യം. തന്നെ അന്വേഷിച്ചു വന്ന ശിവയുടെ സഹോദരി ശിവാനിയെ രഹസ്യമായി കാണാൻ പോകുന്ന മനസ്സജന്റെ പെരുമാറ്റത്തിൽ പിച്ചളയ്ക്ക് സംശയം. തുടർന്ന് കാണുക. ശിവാനി, ഇത് ഞാനാ, സിജണ്ണനാ. സിജണ്ണ, ശിവാനി, രാത്രി ഇവിടെ കൊണ്ടാക്കിയ ശേഷം ഇപ്പോഴാ വരാനൊത്തത്. ഇന്നലെ ഇവിടെ വേറെ കുഴപ്പമൊന്നും ഉണ്ടായില്ലല്ലോ? ഇല്ല സിജണ്ണ. ഞാൻ വന്നത് സിജണ്ണന് ബുദ്ധിമുട്ടായോ? ഏയ്, എന്ത് ബുദ്ധിമുട്ട്? കുറെ കാലത്തിന് ശേഷം ശിവാനിയെ കാണുന്നതല്ലേ, അതിന്റെ ഒരു അങ്കലാപ്പിലാ ഞാൻ. ശിവാനി വല്ലാതെ അങ്ങ് മാറിപ്പോയി കേട്ടോ. സിജണ്ണ, ശിവാണൻ ഇപ്പൊ എവിടെയുണ്ട്? കണ്ടിട്ടും വിളിച്ചിട്ടും നാളെത്രയായെന്നോ? എനിക്ക് ശിവാണനെ കാണണം. അത് ശിവയെ ഞാനും കണ്ടിട്ട് കുറെ ആയി. കുറച്ചു കാലം എൻ്റെ ഒപ്പം ഉണ്ടായിരുന്നു. പിന്നെ കൂട്ടുകെട്ടൊക്കെ അങ്ങ് മാറി. എന്നൊന്ന് കാണാൻ പോലും അവൻ വരാതായി. സിജണ്ണൻ അവിടെ നിന്ന് പോയ ശേഷം ശിവണ്ണൻ ഇങ്ങനെയൊക്കെ തന്നെയാ. തോന്നിയ പോലുള്ള പോക്കും തോന്നിയ മാതിരിയുള്ള കൂട്ടുകെട്ടും. അതിന്റെ ദുരിതം അനുഭവിക്കുന്നത് ഞാനും. രണ്ട് കാര്യത്തിന് ഞാനിപ്പോ സിജണ്ണന്റെ അടുത്ത് വന്നിരിക്കുന്നത്. ഒന്ന്, ശിവണ്ണൻ എനിക്ക് കാണിച്ചു തരണം. മറ്റൊന്ന്, ഒരു ദുഷ്ടനിൽ നിന്ന് രക്ഷ. ഈ അടുത്ത കാലത്ത് ശിവാണന് പുതിയൊരു കൂട്ടാളി ഉണ്ടായി. മനുഷ്യപ്പറ്റില്ലാത്ത ഒരാള്, ഒരു വിനായകൻ. അയാള് ശിവാണനെ കൊണ്ട് പലതും ചെയ്യിച്ചു, ചതിയിൽപ്പെടുത്തി. അയാളുടെ ഉന്നം ഞാനായിരുന്നു. ശിവാണനെ മറയാക്കി അയാൾ എന്റെ നേരെ പലതും ചെയ്തു. എന്റെ വാക്കിനേക്കാൾ ശിവാണ്ണൻ വില കൽപ്പിച്ചത് അയാളുടെ വാക്കിനായിരുന്നു. അത് അയാൾക്കും അറിയായിരുന്നു. അപ്പോഴൊക്കെ ഞാൻ സിജണ്ണനെ ഓർക്കും. സിജണ്ണൻ ഉണ്ടായിരുന്നെങ്കിലെന്ന് ആശിക്കും. ശിവണ്ണൻ ഇങ്ങോട്ട് വന്നു എന്നറിഞ്ഞപ്പോ എനിക്കല്പം ആശ്വാസം കിട്ടി. അപ്പോഴും വിനായകന്റെ ശല്യം ഉണ്ടായിരുന്നു. ശിവണ്ണൻ എന്നെ അയാൾക്ക് പണയപ്പെടുത്തിയെന്നാ അയാള് പറയുന്നു. അയാള് അവകാശം സ്ഥാപിക്കാൻ തുടങ്ങിയപ്പോ മുതൽ ശിവണ്ണനെ ഞാൻ വിളിക്കുന്നുണ്ട്, കിട്ടുന്നില്ല. ശിവാനി, ഇതൊന്നും എനിക്കറിയില്ലായിരുന്നു. ശിവ എന്നോടൊന്നും പറഞ്ഞതുമില്ല. പറയാൻ പറ്റില്ല. അങ്ങനെയുള്ള കുരുക്കുകൾ ഒപ്പിച്ച ശിവണ്ണൻ അവിടുന്ന് പോകുന്നത്. ശിവണ്ണനെ കാണാതെ എനിക്ക് സമാധാനം കിട്ടില്ല. എന്ത് വൃത്തികേടും ചെയ്യാൻ മടിയില്ലാത്ത ആളാ ആ വിനായകൻ. അയാൾ എങ്ങാനും ഇനി ശിവാണനെ... അങ്ങനൊന്നുമില്ല. അങ്ങനൊരു വിനായകൻ ഇവിടെ വന്നിട്ടൊന്നുമില്ല. ശിവയെ നമുക്ക് കണ്ടെത്താം. പണ്ട് ശിവണ്ണൻ പറഞ്ഞത് അച്ചട്ടായി. ഞാൻ എവിടെ പോയാലും എനിക്ക് തുണയായി സിജണ്ണൻ ഉണ്ടാവുമെന്ന്. എനിക്കിപ്പോ എന്റെ സിജണ്ണനേ ഉള്ളൂ. ശിവയില്ലെങ്കിലും നിനക്ക് ഈ സിജണ്ണനുണ്ട്. ശിവണ്ണൻ ഇല്ലെന്ന് പറഞ്ഞ? ഇല്ലെന്ന് പറഞ്ഞത് ശിവ ഇപ്പോ ഒളിച്ചു കളിക്കുകയാണല്ലോ. ആ കളി തുടരട്ടെ. ശിവാനിക്ക് ഞാനുണ്ടെന്നാ പറഞ്ഞത്. സിജണ്ണൻ വിചാരിച്ച ശിവണ്ണനെ കണ്ടെത്താനാവും ഇല്ലേ? ആവും. എനിക്ക് വാക്കുതാ, വാക്കുതാ സിജണ്ണ, ശിവണ്ണനെ കണ്ടെത്തി തരാന്ന്. ഇപ്പോഴാ എന്റെ ഉള്ളൊന്ന് തണുത്തത്. ആദ്യ കയറി മുന്നും പിന്നും നോക്കാതെ വെറുങ്കയോടെ ഇറങ്ങി വന്നതാ ഞാൻ. ഒന്നുമില്ല കയ്യില്. ശിവാനി, അതൊന്നും കാര്യമാക്കണ്ട. ശിവാനി വല്ലതും കഴിച്ചോ?
രാത്രി വാങ്ങിത്തന്ന ബ്രെഡ് ഇരിപ്പുണ്ട്, അത് മതി. പേടിയൊന്നും വേണ്ട, എല്ലാത്തിനും ഞാനുണ്ട്. ഞാനൊന്ന് പുറത്തു പോയിട്ട് വരാം. ആ പിച്ചളെ, എനിക്ക് അത്യാവശ്യമായിട്ട് പിച്ചളെ ഒന്ന് കാണണം. ആന്റി, ആളെങ്ങനെയാ? വയലന്റ് ആണോ സൈലന്റ് ആണോ? ഇപ്പൊ കുഴപ്പമില്ല. ഓ, ആശ്വാസായി. അല്ല ആന്റി, എന്നെ എന്തിനാ അത്യാവശ്യമായിട്ട് കാണുന്നു പറഞ്ഞേ? അതെ, ഇന്നലെ രാത്രി നീ ഇവിടെ വന്നിരുന്നോ? ഇന്നലെ രാത്രിയില് നീ ഇവിടെ വന്നിരുന്നോ എന്ന്. കൂടെ നിന്ന് ആന്റിക്ക് ആയല്ലേ? എന്ത് വട്ട്? പോടാ അവിടുന്ന്. ആന്റിയുടെ ചോദ്യം കേട്ടാ പിന്നെ അങ്ങനെയല്ല തോന്നൂ. ഇപ്പൊ തന്നെ കലയെ പേടിച്ചെവിടെ നിൽക്കുന്നേ. അങ്ങനെയുള്ള ഞാനെങ്ങനെ രാത്രി ഇവിടെ വരുന്നേ? അപ്പോ പിന്നതാരായിരിക്കും? ഏത്? എടാ, ഇന്നലെ രാത്രി ഇവിടെ ആരോ വന്നിരുന്നു. എന്തോ ശബ്ദം കേട്ട് ഞാൻ ഇറങ്ങി നോക്കുമ്പോ കണ്ടത് മതികരയുടെ അടുത്ത് ഒരാൾ രൂപം നിൽക്കുന്നതാ. എന്നെ കണ്ടതും അയാൾ ഓടി മറിഞ്ഞു. അല്ല, ആരാണെന്ന് മതിയോട് ചോദിച്ചില്ലേ? ചോദിച്ചു. പതിവ് പൊട്ടം കളിയോടെ ആരുമില്ലെന്നൊക്കെ പറഞ്ഞങ്ങ് ഒഴിഞ്ഞു. അവര് തമ്മില് എന്തോ സംസാരമൊക്കെ നടന്നു എന്നാ തോന്നുന്നത്. സ്ഥലകാല ബോധമില്ലാത്ത മതിയോട് ആര് സംസാരിക്കാനാ? ആളെ തിരിച്ചറിയാത്ത മതിയുടെ അടുത്ത് ആര് വരാനാ? അത് തന്നെ എന്റെ സംശയം. ഒരുപക്ഷെ നീ ആയിരിക്കുമെന്ന് കരുതി. അതറിയാനാ നിന്നോട് വരാൻ പറഞ്ഞത്. സ്വന്തം നിഴലിനെ പോലും വിശ്വസിക്കാൻ പറ്റാത്ത കാലമാ. ആന്റി, സ്വന്തം നിഴലിനെ വിശ്വസിക്കണ്ട, പക്ഷേ എന്നെ വിശ്വസിക്കാം. നീ അല്ലെങ്കിൽ മറ്റൊരു സാധ്യത അവളുടെ അച്ഛനാവാനാണ്. ഇവിടെ നടക്കുന്നത് അച്ഛനും മോളും തമ്മിലുള്ള നാടകമാണോന്ന് വരെ എനിക്ക് സംശയമില്ലാതില്ല. എന്റെ ആന്റി, സംശയമൊക്കെ ഉണ്ടായിക്കോ, പക്ഷേ അങ്കിൾ എന്തിനാ രാത്രിയിൽ ഇവിടെ വരുന്നേ? അല്ല, അങ്കിളിന് ഏത് സമയം ഇവിടെ വരാം, കലയുമായി സംസാരിക്കുകയും ചെയ്യാം. അങ്ങനെയുള്ളയാൾ രാത്രിയിൽ കലയുമായി രഹസ്യമായി കുശുകുശിക്കേണ്ട കാര്യം എന്താ? പിന്നെ ആ ആൾരൂപം ആരാ? ഞാൻ പറയട്ടെ, അത് ആന്റിയുടെ തോന്നലാ. ആന്റി, അങ്ങനെ ആരും വന്നിട്ടില്ല, വരാനും സാധ്യതയില്ല. വന്നു. ദേ മതി വന്നു. ഞാൻ പോവാ. എന്റെ അമ്മ. ഇങ്ങോട്ട് ഇറങ്ങണോന്ന് വിചാരിക്കും, പക്ഷെ സമയം ഒത്തുകിട്ടിയില്ല. ദേ ഇത് തന്നെ ഇപ്പൊ സമയം ഉണ്ടായിട്ടല്ല, എവളുടെ നിർബന്ധമാണ്. ആ ദാ കുട്ടിമണിയുടെ ഗതമുട്ടായി. അയ്യോ, ഇത് ഗതമുട്ടായി ഒന്നല്ല, ഇത് കോലുമിട്ടായല്ലേ. ആ, എന്നെ പറ്റിക്കാനൊന്നും നോക്കണ്ട.
കുട്ടിമണി പഴയ ആളെ അല്ലാന്ന് ഞാൻ പറഞ്ഞപ്പോ വല്യണ്ണന് വിശ്വാസമായില്ലല്ലോ. ഇപ്പോഴോ? ബോധ്യമായി. ഇത് കുഞ്ഞോനിക്കും കുട്ടാപ്പൂനും കൊടുക്കാം അല്ലേ? അയ്യോ പാടില്ല മോളെ, ചോറൂണ് കഴിയാതെ കൊടുക്കരുത്. അല്ല എന്നാ പിന്നെ വേഗം ചോറൂണ് നടത്ത്. അല്ല എന്താ നടത്താത്ത? കുട്ടിമണി ആ ചോദിച്ചത് ഈ കാര്യമുണ്ട്. രണ്ടാളുടെയും ചോറൂണ് എന്തിനാ വെച്ച് താമസിപ്പിക്കുന്നത്? മനഃപൂർവ്വം വെച്ച് താമസിപ്പിക്കുന്നതൊന്നും അല്ല. ചോറൂണിന്റെ കാര്യം എടുക്കുമ്പോഴായിരിക്കും വേറെ എന്തെങ്കിലും പ്രശ്നങ്ങൾ തലപൊക്കുക. പിന്നെ അതിന്റെ പുറകെ പോകും. ഇങ്ങനെ നാളെ നീളെ ആക്കിയാ എങ്ങനാ ശരിയാകുക? അക്കാര്യം സൂചിപ്പിക്കാൻ കൂടിയാ ഞങ്ങളിപ്പോ വന്നത്. ആ ഞാൻ കുഞ്ഞുങ്ങളെ ഒന്ന് കാണട്ടെ. വാ കുട്ടിമണി. വാ ഞാൻ കാണിച്ചു തരാം. സുഭദ്രാമേ, തിര ഇറങ്ങിയിട്ട് കടലിൽ തോണി ഇറക്കാമെന്ന് നോക്കിയിരുന്നാ നടക്കില്ല. ഇരുന്നിടത്ത് തന്നെ ഇരിക്കാനേ പറ്റൂ. പ്രശ്നങ്ങളുണ്ടാവും. അതിനെ ചോറൂണുമായി കൂട്ടിക്കുഴയ്ക്കുന്ന എന്തിനാ? ചെറിയൊരു ചടങ്ങിൽ അതങ്ങ് നടത്താൻ പാടില്ലേ? കുഞ്ഞുമണിയുടെയും കുട്ടാപ്പുവിന്റെയും ചോറൂണ് നല്ല രീതിയിൽ തന്നെ നടത്തണമെന്ന എല്ലാവരുടെയും ആഗ്രഹം. ഇത് പറയുന്നതല്ലാതെ നടക്കുന്നില്ലല്ലോ. നിങ്ങൾക്കാർക്കും പറ്റുന്നില്ലെങ്കിൽ ഞാൻ മുന്നിൽ നിന്ന് നടത്താം. വേറൊന്നും കൊണ്ടല്ല ഞാൻ പറയുന്നത്. നമ്മളൊക്കെ വയസ്സായി വരിക. കണ്ണടയുന്നതിന് മുമ്പ് കുഞ്ഞുങ്ങളുടെയൊക്കെ ചോറൂണ് കണ്ണ് നിറച്ച് കാണണമെന്നുണ്ട്. അത് കാണാൻ പറ്റണേന്നാ ഇപ്പൊ എന്റെ പ്രാർത്ഥന. അതൊക്കെ കാണാൻ പറ്റും. എന്റെയും പ്രാർത്ഥന അത് തന്നെയാ. കേറിയിരിക്കും, ഞാൻ ചായ എടുക്കാം. ഓ, കുട്ടാപ്പു വന്നു. എന്താ കുട്ടാപ്പു? അന്ന് കണ്ടേക്കാട്ടിലും കുഞ്ഞ് ക്ഷീണിച്ചെന്ന് തോന്നുന്നു. പാലല്ലാതെ വേറൊന്നും അകത്തോട്ട് ചെല്ലുന്നില്ലല്ലോ. ചോറൂണ് കഴിയാതെ ഒന്നും കൊടുക്കാൻ പാടില്ലല്ലോ, അതുകൊണ്ടാന്ന് തോന്നുന്നു. അതുകൊണ്ടാ ഞാൻ പറയുന്നത് ചോറൂണ് നീട്ടിക്കൊണ്ട് പോകണ്ടെന്ന്. അല്ല, ഇവിടെ ആർക്കും അത്ര താല്പര്യമില്ലാത്ത പോലെയാണല്ലോ. ബാലൻ എവിടെ പോയി? കടയിലേക്കുള്ള സാധനങ്ങൾ എടുക്കാൻ പോയിരിക്കാം. ബാലേട്ടൻ ടൗണിലോട്ട് പോയി. ആണുങ്ങൾ ഓരോ കാര്യങ്ങളായിട്ട് പോകും. നമ്മള് പെണ്ണുങ്ങൾ വേണം കാര്യങ്ങൾ നടത്തിയെടുക്കാൻ. അതെ, മനസ്സിനോട് ഞാൻ എപ്പോഴും പറയാറുണ്ട് കുഞ്ഞുമണിയുടെയും കുട്ടാപ്പൂന്റെയും ചോറൂണ് വേഗം നടത്തണമെന്ന്. എന്നാലല്ലേ ഈ മിഠായിയൊക്കെ നമുക്ക് കൊടുക്കാൻ പറ്റൂ. കേൾക്കും, രണ്ടാളുടെയും ചോറൂണ് ഗുരുവായൂർ വെച്ച് നടത്തണമെന്നാ മനസ്സിൽ. എന്നാ പിന്നെ ഒരു തീയതി കുറിച്ച് അതങ്ങ് നടത്ത്. ആരെയാ കാത്തു നിക്കുന്നേ? നമ്മൾ കുറച്ചു പേരങ്ങ് പോയാ പോരെ. അതെ, ഈ കുട്ടാപ്പൂനെ മാത്രം കണ്ടാ മതിയോ? എന്റെ കുഞ്ഞോനെ കാണണ്ടേ? പിന്നെ കാണണ്ടേ, അതിനല്ലേ വന്നത്. വാ മോളെ. വാ 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 കാണിച്ചു. എന്റെ പൊന്നുമോന് പാല് വേണോടോ? അമ്മ തരാമല്ലോ. വേണ്ട വേണ്ട. ഇത് കണ്ടോ? പക്ഷെ എങ്കിലും ഞാൻ തരൂല. എന്റെ ചോറൂണൊക്കെ കഴിയട്ടെ എന്നിട്ട് തരാവേ. ആരാ കാണാൻ വന്നേക്കുന്നത് നോക്കി എന്റെ മോളെ. കണ്ടോ? കുഞ്ഞുമണി വാ. സുഖാണോ ഭാവിക്ക്? എനിക്ക് ഒരു യാത്ര പോകാനുണ്ട്. ഈ ചോറൂണൊന്ന് കഴിയാൻ കാത്തിരിക്കുകയാണ്. ഒരു പ്രധാന കാര്യം മറന്നു. കുറച്ച് വിത്ത് കൊണ്ടുവരാൻ പറഞ്ഞിരുന്നില്ലേ? അത് തരാൻ മറന്നു. അല്ല, കുട്ടുമണി എന്താ കൃഷിക്കാരിയാകാൻ പോകണോ? അതെ, ഈ പുറത്തുനിന്ന് വാങ്ങിക്കുന്നതിലൊക്കെ മുഴുവൻ വിഷമാണെന്ന് അപ്പച്ചമ്മ പറയുന്നത്. അത് നേരാ. നമ്മുടെ പറമ്പിൽ തന്നെ ഉണ്ടാക്കിയെടുത്ത് കഴിക്കുന്നതിന്റെ രുചിയും സുഖവും വേറൊന്നിനും ഉണ്ടാവത്തില്ല. ചായ തരൂല. അല്ല, എനിക്കൊരു ചായ ആവായിരുന്നു. ഈ ചായ അപ്പച്ചപ്പന് കൊടുത്തേക്ക്, ഞാൻ പിന്നെ കുടിച്ചോളാം. കുഞ്ഞുങ്ങളുടെ ചോറൂണ് ഗുരുവായൂർ വെച്ച് നടത്തണമെന്ന് സീത ഒരു ആഗ്രഹം പറഞ്ഞു. ഞങ്ങളുടെ എല്ലാവരുടെയും ആഗ്രഹം അത് തന്നെയാ. ഭഗവാൻ കണ്ണന്റെ തിരുനടയിൽ വെച്ച് രണ്ടുണ്ണികൾക്കും ചോറൂണ്. ആ അനുഗ്രഹം ജീവിതകാലം മുഴുവനും ഉണ്ടാവും. അതെ, ഈ വിത്തിടുന്നതേ അതൊന്ന് കാണിച്ചു തരുമോ അമ്മാമേ? പിന്നെന്താ, ഞാൻ കാണിച്ചു തരാം. ഞാനുണ്ട്. അങ്ങനെയെങ്കിലും ആ തടി ഒന്ന് അനങ്ങട്ടെ. പറ്റുമെങ്കിൽ അവിടെയൊക്കെ ഒന്ന് കിളച്ചു. അതെ, കാവരി അച്ഛനെ കൊണ്ട് പണിയെടുപ്പിക്കുന്നതല്ലേ ഞാൻ ഏറ്റു. പണിയെടുപ്പിച്ചിട്ടേ ഉള്ളു കാര്യം. കുട്ടിമണിയുടെ ഈ മാറ്റം വിശ്വസിക്കാനേ ആവുന്നില്ല. ദൈവങ്ങൾ അത്ഭുതം കാണിക്കുമെന്ന് കേട്ടിട്ടേ ഉള്ളൂ. അത്രയ്ക്ക് നൊന്ത് പ്രാർത്ഥിച്ചിട്ടുണ്ട് ഞങ്ങള്. വിളിക്കാത്ത ദൈവങ്ങളില്ല, നേരാത്ത വഴിപാടുകളില്ല. വനജയ്ക്കറിയോ, കുട്ടിമണി ചിലപ്പോ നമ്മളെയൊക്കെ അതിശയിപ്പിക്കുന്ന കാര്യങ്ങൾ കാണിക്കും. ഒരു ദിവസം കുഞ്ഞുമണിക്കൊരു ചെറിയ പനി വന്നപ്പം കുട്ടിമണി ഒരു മരുന്നുണ്ടാക്കി. നല്ല ഒന്നാം തരം മരുന്നായിരുന്നത്. എല്ലാ കാര്യവും സീത വിളിച്ച് അറിയിച്ചിരുന്നു. കുട്ടിമണിയുടെ മരുന്നിനെ അംഗീകരിക്കാതിരുന്നതും പിന്നീട് തെറ്റിദ്ധരുത്തിയതും ഒക്കെ. അന്ന് കുട്ടിമണിയുടെ മൂക്കിന് ചോര വന്നതിന് ശേഷം അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ലല്ലോ. ഇല്ല, കുട്ടിമണിയുടെ മനസ്സിന് ചാഞ്ചാട്ടം ഉണ്ടാക്കുന്നതൊന്നും ഉണ്ടാകരുതെന്ന് ലൈല ഡോക്ടർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ഇനി ആപത്തൊന്നും വരുത്താതിരിക്കട്ടെ ദൈവം.
ഇങ്ങനെ ഓരോ ദുർഘടങ്ങൾ വരുമ്പോഴാ ചോറൂണ് നീണ്ടുപോകുന്നത്. ഇപ്പൊ കുറച്ചു ദിവസമായിട്ട് വല്യണ്ണൻ ചോറൂണിനെ കുറിച്ച് മാത്രമാ പറഞ്ഞുകൊണ്ടിരിക്കുന്നെ. അതാ എന്നെയും കൂട്ടി ഇറങ്ങിയത്. ഇനി അധികം നീട്ടിക്കൊണ്ടു പോകുന്നില്ല. ഞാൻ സീതയുടെ അടുത്തേക്ക് ഒന്ന് ചെല്ലട്ടെ. ദാ. വാ. മോളെ, ഒന്ന്. കരമോളെ. മോൻ തൊട്ടിലിൽ കിടന്നോളോ? ഉം. മോളെ, മുമ്പ് എപ്പോ ഇവിടെ വന്നാലും ഉള്ളു നീറിക്കൊണ്ടേ പോവാൻ കഴിയാറുള്ളൂ. ഇന്നിപ്പോ ഉള്ളു നിറഞ്ഞു പോവാം. ദൈവത്തിന്റെ കാരുണ്യം കൊണ്ട് എല്ലാം നല്ല രീതിയിലായില്ലേ? നീ സന്തോഷത്തോടെ കുഞ്ഞുമണിയെ കുട്ടിമണിക്ക് നൽകിയതും സിജ സ്വത്തിന്റെ പ്രമാണം തിരിച്ചു കൊടുത്തതും ഒക്കെ അറിഞ്ഞ് നാത്തും വീട്ടിൽ വന്ന് ഉറഞ്ഞു തുള്ളി. ആരും അത്ര ഗവനിക്കാൻ പോയില്ല. സഖി കേട്ടപ്പോ വല്യണ്ണൻ അടി കൊടുത്തു. നാത്തൂന് അത് വേണോന്ന് എനിക്കും തോന്നി. അടി ചോദിച്ചു വാങ്ങുന്ന തരത്തിലായിരുന്നു നാത്തൂന്റെ സംസാരം. പല പല പദ്ധതികളുമായിട്ടല്ലേ അരുന്ധതിയും കുട്ടി ഇവിടെ വന്നത്. അതൊക്കെ നടക്കാത്തതിന്റെ അരിശമായിരിക്കും. എന്നാലും ഇങ്ങനെയുണ്ടോ? ആ, അതൊക്കെ പോട്ടെ. കെട്ടുപോയ വെളിച്ചം തിരിച്ചു കിട്ടിയിരിക്കുക ഇപ്പോ. അതിനി ഇല്ലാതാവരുത്. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ നിനക്ക്? കഴിഞ്ഞ ദിവസം വല്യണ്ണന് പെട്ടെന്നൊരു നെഞ്ചുവേദന വന്നു. എന്നിട്ട് പേടിക്കാനൊന്നും ഉണ്ടായില്ല. ഇവിടുത്തെ വിശേഷങ്ങൾ അറിഞ്ഞ് വരാൻ ഇറങ്ങുമ്പോഴായിരുന്നു. ഞാൻ പിന്നെ വല്യണ്ണന്റെ അടുത്ത് തന്നെ ഇരുന്നു. എന്നിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയില്ലേ? പറഞ്ഞിട്ട് കൂട്ടാക്കണ്ടേ? മാറിക്കോളൂന്നും പറഞ്ഞ് അവിടെ തന്നെ കിടന്നു. പഴയ വല്യണ്ണനല്ലിപ്പോ. ആ മനസ്സിൽ എന്തൊക്കെയോ ആദികളൊക്കെ ഉണ്ട്. ഇടയ്ക്ക് മരണത്തെക്കുറിച്ചൊക്കെ പറയും. ബാലന്റെ കട പൂട്ടാൻ കാരണക്കാരനായതിന്റെ വിഷമവും നല്ലോണം ഉണ്ട്. ഇനി അതൊക്കെ പറഞ്ഞിട്ട് എന്തിനാ? ബാലേട്ടൻ കട തുടങ്ങിയില്ലേ? അതറിഞ്ഞപ്പോഴാ സങ്കടം കൂടിയത്. കഴിഞ്ഞ ദിവസം അത് തന്നെയാ പറഞ്ഞുകൊണ്ടിരുന്നെ. കരഞ്ഞില്ലാന്നേ ഉള്ളൂ. നാത്തൂൻ കാണിക്കുന്ന പോര് വേറൊരു വശത്ത്. ഇന്നേ വരെ ഒരു വകയും സമ്പാദിച്ചില്ലെന്നൊക്കെ പറഞ്ഞ് നാത്തൂൻ വല്യണ്ണന്റെ മുഖത്ത് നോക്കി കുറെ പറഞ്ഞു. നകുലം വീട്ടിൽ വന്നിട്ട് കുറെ ദിവസമായത്രേ. അരുന്ധതിയുടെ അവസ്ഥ വേറൊന്നു. ആ വെന്ത ഒഴിഞ്ഞത് അവളുടെ കയ്യിലിരിപ്പിന്റെ ഗുണം കൊണ്ടാണെങ്കിലും പ്രായം തികഞ്ഞ ഒരു പെണ്ണ് വീട്ടിൽ അങ്ങനെ നിൽക്കുന്നത് എത്ര കണ്ട് സഹിക്കാനാവും? ഒരു സമയം തോന്നും നാത്തൂൻ പറയുന്നതിലും കാര്യമുണ്ടെന്ന്. നാത്തൂനല്ലേ ദിവസം ഇതൊക്കെ കാണുകയും അനുഭവിക്കുകയൊക്കെ ചെയ്യുന്നത്. വല്യണ്ണന്റെ മനപ്രയാസം കാണേണ്ടി വരുന്നത് ഞാനും. ഇവിടെ സങ്കടങ്ങൾ ഒഴിഞ്ഞ് സന്തോഷം വന്നപ്പോ അവിടെയായി കണ്ണീരും വിഷമവും. ഒന്നും ആരും മനഃപൂർവ്വം വരുത്തി വെക്കുന്നല്ലോ അമ്മേ. ദൈവം ഓരോന്ന് വിധിക്കുന്നു, നമ്മൾ അതനുസരിച്ച് നീങ്ങുന്നു. നമ്മൾ നമ്മുടേതായ വഴികളിലൂടെ പോവാൻ എത്രയൊക്കെ ശ്രമിച്ചാലും ദൈവം വരച്ചിട്ട വഴിയിലൂടെ പോവാൻ പറ്റൂ. ഇത്രയും കാലം കൊണ്ട് ഞാൻ പഠിച്ചത് അതാ. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം ആ കുഞ്ഞുമണി. കുഞ്ഞുമണി എന്റെ മോളായിട്ട് വന്നതും പിന്നീട് കുട്ടിമണിക്ക് കൊടുക്കേണ്ടി വന്നതും അതിന്റെ പേരിൽ കണ്ണീര് കുടിക്കേണ്ടി വന്നതുമൊക്കെ ദൈവത്തിന്റെ തീരുമാനമായിരുന്നു എന്നേ കരുതാൻ പറ്റൂ. കുഞ്ഞുമണിയെ കുട്ടിമണിക്ക് കൊടുത്തതിൽ നിനക്ക് ഇപ്പോഴും സങ്കടമുണ്ടോ മോളെ? ആ സങ്കടം ജീവിതകാലം മുഴുവൻ എന്നോടൊപ്പം ഉണ്ടാവും അമ്മേ. പക്ഷേ അതിന്റെ പേരില് വേറെ ഒരാൾക്കും ഒരു വിഷമം ഉണ്ടാവൂല. ഉണ്ടാക്കില്ല ഞാൻ. ആ, അങ്ങനെ വേണം. നമ്മൾ അമ്മമാർക്ക് ഭൂമിയോളം സഹിക്കാൻ കഴിയണം. നമ്മുടെ കണ്ണീന്ന് കണ്ണീര് പൊടിഞ്ഞാലും വീട്ടിലുള്ളവരെ അത് കാണിക്കാൻ പാടില്ല. അങ്ങനെയൊക്കെയാ പെണ്ണിന്റെ സൃഷ്ടി. ആ, സങ്കടം വരുത്തുന്ന കാര്യങ്ങൾ ഓർക്കാതിരുന്നാ മതി. പിന്നെ ബാലന്റെ കടയുടെ കാര്യത്തിൽ വല്യണ്ണൻ എന്തൊക്കെയോ കണക്ക് കൂട്ടി വെച്ചിട്ടുണ്ട്. എന്ത്? അത് വല്യണ്ണൻ തന്നെ പറയും. ആരെയും കൂസാതെ തലയെടുപ്പോടെ നടന്നിരുന്ന ആൾക്കിപ്പോ പഴയ ഓരോ കാര്യങ്ങളിൽ തല താഴ്ത്തി നിൽക്കേണ്ടി വരുന്നു. നീ പറഞ്ഞതുപോലെ അതും ദൈവത്തിന്റെ തീരുമാനമായിരിക്കും. മോളെ, വല്യണ്ണൻ എന്തു പറഞ്ഞാലും നീ അതനുസരിക്കണം. അങ്ങനെയെങ്കിലും ആ മനസ്സിന് അല്പ ശാന്തത കിട്ടട്ടെ. അതെ, നമ്മളിപ്പോ നട്ടില്ലേ, അതെന്നാ മുളയ്ക്കാ? ആ, അതിനൊക്കെ കുറച്ച് സമയമെടുക്കും. നട്ടാ ഉടനെ മുളയ്ക്കൂ. മുളയ്ക്കണമെങ്കിലേ എല്ലാ ദിവസവും വെള്ളം ഒഴിച്ചു കൊടുക്കണം. അത് പിന്നെ ഞാനും കാവ്യച്ചനും കൂടി അങ്ങ് ചെയ്തോളാം. അതിനും ഞാൻ വേണം. ഇങ്ങനെയാണെങ്കിലേ ചോറൂണിന് മുമ്പേ ഞാനൊരു യാത്ര പോകേണ്ടി വരും. വന്ന കാര്യങ്ങൾ സാധിച്ചില്ലേ, ഇനി പോവാ. ഊണ് കഴിച്ചിട്ട് പോയാ പോരെ? ഊണിനൊന്നും നിൽക്കാൻ നേരമില്ല. പോയിട്ട് കുറെ കാര്യങ്ങളുണ്ട്.
ചോറൂണിന്റെ തീയതി എത്രയും വേഗം നിശ്ചയിക്കണം. സ്ഥലം ഗുരുവായൂർ തന്നെ മതി. ദാ ഇത് ബാലന് കൊടുത്തേക്ക്. എന്താ ഇതമ്മാമേ? കുറച്ച് പൈസയാ. ബാലന്റെ കട പൂട്ടേണ്ടി വന്നത് ഞാൻ കാരണമാണല്ലോ. അതിന്റെ നഷ്ടപരിഹാരം വിട്ട് കൂട്ടി. എന്താ അമ്മാമേ ഇത്? ബാലേട്ടൻ കട വീണ്ടും തുറന്നല്ലോ, പിന്നെന്തിന്? രവിയുടെ സഹായം കൊണ്ടല്ലേ കട തുടങ്ങിയത്. ആ, ഞാനുണ്ടാക്കിയ നാശനഷ്ടം അതേപോലെ കിടക്കുന്നുണ്ടല്ലോ. ഇത് ഞാൻ വളരെ മുമ്പേ ചെയ്യേണ്ടതായിരുന്നു. പൈസ ഒത്തു വന്നില്ല. ഇതിപ്പോ വീട്ടിലുണ്ടായിരുന്ന പ്ലാവങ്ങ് മുറിച്ചു വിറ്റു. അമ്മാമേ, ജീവിതത്തിൽ കടങ്ങളൊന്നും ബാക്കിയാവരുത്. വീട്ടാൻ കഴിയുന്നതൊക്കെ വീട്ടി തീർക്കണം. ബാലനോടും ഈ വീടിനോടും ഞാൻ കാണിച്ച കയ്യബദ്ധം ഇതുകൊണ്ട് തീരട്ടെ. ഇതിവിടെ തരാൻ കൂടി വേണ്ടിയാ ഞാനിവിടെ വന്നത്. വാങ്ങിച്ചില്ലെങ്കിൽ ഞാനിതിവിടെ വെച്ചിട്ട് പോകും. പണമാ, ദേവിയാ. അത് നിന്ദിക്കുന്ന കുറ്റം കൂടി എനിക്ക് വാങ്ങിച്ചു തരരുത്. വാങ്ങിക്കേ. ബാലൻ ഇവിടെ ഇല്ലാത്തത് നന്നായി. ബാലനെ നേരിടാൻ ഇപ്പോഴത്തെ പൂക്കോടി രാഘവന് ഇത്തിരി മനക്ലേശമുണ്ട്. ഈ പൈസ വാങ്ങി എന്നോട് പൊരുത്തപ്പെടാൻ ബാലനോട് നീ പറയണം. അമ്മാമേ. വനജേ, വാ പോവാ. ഇറങ്ങട്ടെ. ഇറങ്ങട്ടെ മോളെ. ഞങ്ങൾ ഇറങ്ങുവോ മോളെ? ഗർവിന്റെ ആൾരൂപമായിരുന്ന പൂക്കൊടി രാഘവന്റെ വാക്കുകളിലും നടപ്പിലും എന്തൊരു മിതത്വം! മനുഷ്യന് വരുന്ന ഓരോ മാറ്റങ്ങളെ. ഇതെന്തിനാ വലിച്ചി പൈസ? കുഞ്ഞുമണിയുടെയും കുട്ടാപ്പൂന്റെയും ചോറൂണ് നടത്താനാണോ? ചോറൂണിന് കൊറേ ചെലവൊക്കെ ഇല്ലേ, അതിനു വേണ്ടി തന്നതാ. അപ്പോ ഇനി ചോറൂണ് ധൈര്യമായിട്ട് നടത്താലോ അല്ലേ? ഞാനേ ഇത് കുഞ്ഞുമണിയോടും കുട്ടാപ്പൂനോടും ഒന്ന് പറഞ്ഞിട്ട് വരട്ടെ. അവർക്ക് ഭയങ്കര സന്തോഷാവും. പിച്ചളെ, എനിക്കേ അത്യാവശ്യമായിട്ട് കുറച്ച് കാശ് വേണം. എന്തിനാ ഏതിനാന്നൊന്നും ചോദിക്കരുത്. കാശ് കിട്ടിയേ തീരൂ. ബായ്ക്ക് എന്തിനാ കാശിന് ഇത്ര അത്യാവശ്യം? അതല്ലേ പിച്ചളെ ഞാൻ ആദ്യമേ പറഞ്ഞത്. എന്തിനാ ഏതിനാന്നൊന്നും ചോദിക്കരുതെന്ന്. ഇപ്പോൾ വേറെ ആരോടും ചോദിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ പിച്ചളയുടെ അടുത്ത് വന്നത്. എന്നെ സഹായിക്കാൻ ഇപ്പോൾ പിച്ചളയ്ക്ക് കഴിയും. ബായി, എൻ്റെ കയ്യിലിപ്പോൾ ഒന്നും. പിച്ചളുടെ കയ്യിലെ ആ മോതിരം ഇല്ലേ, അതിന് തരാൻ പറ്റുമോ? അന്നൊരിക്കൽ പിച്ചള തന്നെ ഈ മോതിരം എനിക്ക് ഊരി തന്നതാ. അപ്പോൾ ഞാനത് വേണ്ടാന്ന് പറഞ്ഞു. തൽക്കാലത്തെ കാര്യത്തിനല്ലേ ഇതിരിക്കട്ടെ. ഏയ്, ഇതൊന്നും വേണ്ട പിച്ചളെ. ബായിക്ക് വേണമെങ്കിൽ പിച്ചള ചങ്ക് പറിച്ചു തരും. ഇപ്പം വേണ്ട പിച്ചളെ. പിച്ചള ഒരു കാര്യം ചെയ്യും, നമുക്ക് രണ്ടാൾക്കും ചെയ്യാൻ പറ്റുന്നൊരു ജോലി കണ്ടെത്ത്. അപ്പോൾ ചിലപ്പോൾ ഇതിൻ്റെ ആവശ്യം വരും. ആ, അന്ന് വേണ്ടെന്ന് പറഞ്ഞ ഞാൻ തന്നെ അതിപ്പോൾ ചോദിക്കുക. പിച്ചളയ്ക്ക് തരാൻ പറ്റുമോ? ഇതാ, അത്രയ്ക്ക് അത്യാവശ്യമായതുകൊണ്ടാ. വരട്ടെ. മനസ്സ് ജമ്പ എന്തോ അത്യാപത്തിൽ പെട്ടിരിക്കുന്നു. എന്തായിരിക്കും അത്? ഒരേ സമയത്ത് ജനനം. ഒരാൾക്ക് ശ്രീരാമചന്ദ്രന്റെ യോഗം വനവാസം, മറ്റേയാൾക്ക് ഭഗവാൻ കൃഷ്ണന്റെ യോഗം. രണ്ടമ്മമാരുടെ സ്നേഹവും പരിലാളനയും. പുണ്യം ചെയ്ത പിറവിയ രണ്ടാളുടെയും. ചോദിക്കുന്നോടൊന്നും തോന്നരുത്. ഭഗവാൻ കൃഷ്ണന്റെ യോഗം എന്ന് പറഞ്ഞത് മനസ്സിലായി. ആദ്യം പറഞ്ഞ ശ്രീരാമചന്ദ്രന്റെ യോഗം വനവാസം. വനവാസം അത് പലതരത്തിലാവാം.
വീട്ടുകാരിൽ നിന്ന് അകന്നു കഴിയേണ്ടി വരിക, ജയിൽവാസം, നാടുവിടുക, അങ്ങനെയൊക്കെ ആവാം. കുട്ടാപ്പ് കുറച്ചു കാലം നമ്മളിൽ നിന്നൊക്കെ അകന്ന് വേറൊരിടത്തായിരുന്നല്ലോ, അതായിരിക്കും. അതെ, അതും ഒരു കണക്കിന് വനവാസമായിരുന്നല്ലോ. അപ്പൊ അതങ്ങോട്ട് കഴിഞ്ഞു. ഇനി രാജയോഗ. രണ്ടാളുടെയും ചോറൂണ് ഒരുമിച്ച് തന്നെ നടത്താം. വരുന്ന തിങ്കളാഴ്ചയുടെ തൊട്ടടുത്ത തിങ്കളാഴ്ച അത്യുത്തമം. അന്നാവാൻ ചോറൂണ്. 10-നും 11-നും ഇടയിലുള്ള ശുഭമുഹൂർത്തം. ചെറുപ്രായത്തിൽ തന്നെ പ്രതിസന്ധികളെ അതിജീവിച്ചവരായിട്ടാണ് ഗ്രഹനില കാണിക്കുന്നത്. ഇനി അങ്ങോട്ട് പേടിക്കാനൊന്നുമില്ല. ഈശ്വരാനുഗ്രഹത്താൽ എല്ലാം മംഗളമായി തന്നെ ഭവിക്കും. ഗുരുവായൂർ വെച്ചല്ലേ ചോറൂണ്. അവിടെ കുറച്ച് വഴിപാടുകൾ നടത്തണം. ഞാൻ എഴുതി തരാം. ജ്യോത്സ്യര് പറഞ്ഞതെല്ലാം അക്ഷരം പ്രതി ശരിയായി വന്നിരിക്കുക. വനവാസവും ഭഗവാൻ കൃഷ്ണന്റെ യോഗവും എല്ലാം. ഞാൻ കൊണ്ടുവന്ന ആളാ, അപ്പൊ പിന്നെ മോശം വരില്ലല്ലോ. ജ്യോത്സ്യരുടെ മേന്മയെല്ലാം സ്വയം അങ്ങ് ഏറ്റെടുക്കുകയാണോ? അല്ല, ഈ ചോറൂണ് എവിടെ വെച്ച് നടത്തുന്നെന്നാ പറഞ്ഞേ? ഗുരുവായൂർ വെച്ച്. ഗുരുവായൂർ. മനസ്സിലാ? സിജിനത്ത് എവിടെയായിരുന്നു? ചോറൂണിന്റെ തീയതി സമയം കുറിച്ചു. ഈ വരുന്ന 2ാമത്തെ തിങ്കളാഴ്ചയാ. മുമ്പ് പറഞ്ഞതുപോലെ ഗുരുവായൂർ വെച്ച് തന്നെ നടത്താം. ശുഭമുഹൂർത്തം എന്നാണ് ജ്യോത്സ്യര് പറഞ്ഞത്. ഓ, തീരുമാനിച്ചുറപ്പിച്ചല്ലേ? അത് മതി. അല്ല, നിനക്കെന്താ ഒരു വല്ലായ്മ പോലെ? ഏയ്, ഒന്നുമില്ല. മനുഷ്യൻ എവിടെ പോയതാ? അത് ഞാൻ പിന്നെ പിച്ചള. എപ്പ നോക്കിയാലും ഒരു പിച്ചള. മനസ്സുജൻ എന്താ പറ്റിയത്? ജോലി ശരിയാവാത്തതിന്റെ വിഷമമായിരിക്കും. മനുഷ്യ, എന്താ മനുഷ്യന് ഇതെന്താ പറ്റിയേ? ഏയ്, ഒന്നുമില്ല ഒട്ടു. അതൊന്നുമല്ല, മനുഷ്യന് എന്തോ പറ്റിയിട്ടുണ്ട്. അതെനിക്കറിയാം. അത് പിന്നെ കുട്ടൂനെങ്ങനെ അറിയാം? അതൊക്കെ അറിയാം. അതിനുള്ള പ്രത്യേക കഴിവൊക്കെ എനിക്കുണ്ടെന്ന് വിചാരിച്ചു. എല്ലാവരും നല്ല സന്തോഷത്തിലിരിക്കുമ്പോൾ മനുഷ്യന് മാത്രം വിഷമം. ചോറൂണിന്റെ കാര്യം പറഞ്ഞപ്പോൾ ഒന്നും മിണ്ടാതെ മനുഷ്യൻ വന്നത് ഒട്ടും ശരിയായില്ല കേട്ടോ. അത് പിന്നെ എല്ലാം തീരുമാനിച്ചു കഴിഞ്ഞല്ലോ, പിന്നെ ഞാനെന്താ പറയണ്ടേ? എന്നാലും എന്തേലും പറഞ്ഞൂടായിരുന്നോ? അതല്ല എന്റെ മര്യാദ. മനുഷ്യന്റെ മനസ്സിൽ ഇപ്പൊ എന്താന്ന് പറയട്ടെ ഞാൻ. എന്റെ മനസ്സിൽ കുട്ടുവും കുഞ്ഞുമണിയും, അല്ലാതെ പിന്നെ വേറെന്താ? അതൊന്നും അല്ല, ഞാനിപ്പോ നോക്കിയിട്ട് പറയാം. പിടിയിട്ടി പറയട്ടെ. ജോലി ശരിയാവാത്തതാ മനുഷ്യന്റെ പ്രശ്നം അല്ലേ? അതെ. എല്ലാം കണ്ടുപിടിക്കാനുള്ള കഴിവ് എനിക്കുണ്ട്. അല്ല, മനുഷ്യന്റെ ജോലി ശരിയാക്കി തരാന്ന് ആ മെമ്പർ ഏറ്റതാണല്ലോ. അല്ല, മനുഷ്യൻ മെമ്പറെ കാണാൻ പോയതല്ലേ? എന്നിട്ട് കണ്ടില്ല? മെമ്പറെ ഞാൻ കണ്ടു, സംസാരിക്കുകയും ചെയ്തു. എന്നിട്ട് എന്തു പറഞ്ഞു? എന്നിട്ട് എനിക്ക് വേണ്ടി എൻ്റെ കുട്ടിമണി ജോലിയുടെ കാര്യം പറഞ്ഞിട്ടുണ്ട്, എത്രയും വേഗം ശരിയാക്കി തരാമെന്ന് പറഞ്ഞു മെമ്പർ. ജോലി ശരിയാക്കി തന്നില്ലെങ്കിലേ മെമ്പറെ ഞാൻ ശരിയാക്കും പറഞ്ഞു. അയ്യോ, മെമ്പർ ഒന്നും ചെയ്തു കളയല്ലേ കുട്ടു. മെമ്പർ ഒരു പാവല്ലേ? പാവാണെങ്കിലേ ജോലി ശരിയാക്കി തരാൻ പറ. അല്ലെങ്കിൽ ഞാൻ വെറുതെ വിടൂല. അല്ല പിന്നെ അല്ലേ, കുഞ്ഞുമണിയെ നല്ല രീതിയിൽ വളർത്തണമെങ്കിൽ ജോലി വേണ്ടേ? അത് വേണം. അതെ, ചോറൂണ് കഴിഞ്ഞാ പിന്നെ കുഞ്ഞുമണിക്ക് ചോറും കറിയൊക്കെ കൊടുക്കാമല്ലോ. ചോറ് കൊടുക്കാൻ തുടങ്ങിയ കുഞ്ഞുമണി പെട്ടെന്ന് അങ്ങ് വളരൂലേ? വളർന്ന് എന്റെ അത്രയാവും അല്ലേ മനുഷ്യ? അതെ.
അല്ല മനുഷ്യ, ഈ വരുന്ന തിങ്കളാഴ്ചയുടെ അടുത്ത തിങ്കളാഴ്ച എപ്പോഴാ? അത് വരുന്ന തിങ്കളാഴ്ച കഴിഞ്ഞ് വീണ്ടും ഒരു തിങ്കളാഴ്ചയല്ലേ ആ ദിവസം. എന്താ അങ്ങനെ ചോദിച്ചേ? അല്ല, ആ തിങ്കളാഴ്ചയാണല്ലോ കുഞ്ഞുമണിയുടെയും കുട്ടാപ്പൂന്റെയും ചോറൂണ്. അല്ല, അതെന്തിനാ അങ്ങനെ കൊറേ ദിവസം കഴിയുന്നേ? ചോറൂണങ്ങ് വേഗം ആയിക്കൂടെ? കുട്ടു, അങ്ങനൊന്നും വെക്കാൻ പറ്റില്ല. എന്താ? അതിനൊക്കെ ഒരു കണക്കുണ്ട്. കണക്കോ? ആ, കണക്കെന്ന് പറഞ്ഞാ ജനിച്ച സമയം വെച്ചുള്ള കണക്ക്. അതിന്റെ രാശിയും പൊരുത്തവും ഒക്കെ നോക്കി വേണം സമയം കുറിക്കാൻ. ഓ, അങ്ങനാണോ? ആ, അങ്ങനെയാ. കുട്ടു പോയി എനിക്ക് കുടിക്കാൻ കുറച്ച് വെള്ളം എടുത്തോണ്ട് വന്നേ. മനുഷ്യൻ തന്നെ പോയി വെള്ളം എടുത്ത് കുടിച്ചാൽ മതി. എന്താ കുട്ടു, കുട്ടുവിന്റെ കൈ കൊണ്ട് എടുത്തോണ്ട് വരുന്ന വെള്ളം കുടിക്കാനുള്ള കൊതി കൊണ്ടല്ലേ ഞാൻ ഈ പറയുന്നത്. ചെല്ലേ. അങ്ങനെയാണെങ്കിൽ ഞാൻ ഇപ്പൊ എടുത്തോണ്ട് തരാം. മനുഷ്യ, കുടിക്ക. ഇപ്പൊ കൊതി മാറിയോ? അത് ഈ ജന്മത്തിൽ മാറൂ കുട്ടു. കുട്ടുവിന്റെ കയ്യിൽ നിന്ന് വെള്ളം വാങ്ങി കുടിക്കുമ്പോ അതിന്റെ ഒരു പ്രത്യേക രുചിയാ. വെള്ളത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴാ ഞാനൊരു കാര്യം ഓർത്തത്. പൂക്കോടി മാമൻ കൊണ്ടുവന്ന വിത്തേ ഞങ്ങൾ എല്ലാരും കൂടി നട്ടിട്ടുണ്ടേ. അത് ഞാൻ പോയി നോക്കട്ടെ. ബാലട്ട, എന്താ ഇത്? അമ്മാമ്മ തന്ന പൈസ ബാലട്ടന് തരാം. അമ്മാമ്മയും അമ്മയിന്ന് വന്നിരുന്നു. പോന്നേരത്ത് ഇതെടുത്ത് എന്റെ കയ്യിൽ തന്നു. നല്ല മനസ്താപമുണ്ട് അമ്മാമ്മയ്ക്ക് അന്നങ്ങനെ സംഭവിച്ചു പോയതിൽ. അമ്മാമ്മയുടെ കയ്യിലുണ്ടായിട്ട് തന്നെയാണ് ഇത് തന്നത്. എനിക്ക് തോന്നുന്നില്ല ഇത് വാങ്ങിക്കണ്ടായിരുന്നു. വേണ്ടാന്ന് പറഞ്ഞു നോക്കിയതാ ഞാൻ. വലിയ അഭിമാനിയല്ലേ ആള്, കയ്യിൽ പിടിപ്പിച്ചു തന്നതാ. ഒരാവേശത്തിൽ എന്തൊക്കെയോ കാണിച്ചു കൂട്ടും, പിന്നെ അതിന്റെ കുറ്റബോധത്തിൽ സങ്കടപ്പെടും. ഇത് മനുഷ്യന്റെ പൊതു സ്വഭാവം. കട പൂട്ടേണ്ടി വന്നപ്പോൾ നമ്മുടെ ജീവിതത്തിലൊരു ഭാഗം അടഞ്ഞത്. അപ്പോൾ മനസ്സിൽ ദേഷ്യം തോന്നിയെങ്കിലും പിന്നീട് അതെല്ലാം മറന്നു. സീതേ, ഇതങ്ങ് തിരിച്ചു കൊടുത്തേക്ക്. നല്ല കാര്യമായി. ഇത് തിരിച്ചു കൊടുത്താ അമ്മാമ്മ അത് വാങ്ങുമെന്ന് തോന്നുന്നുണ്ടോ? ഉണ്ണാനില്ലെങ്കിലും മുണ്ട് മുറുക്കി കൊടുത്ത് അഭിമാനം വിളമ്പുന്ന ആളാ അമ്മാമ്മ. ഇത് കൊണ്ടുപോയാലേ അതുപോലെ മടങ്ങി വരേണ്ടി വരും. അങ്ങനെയെങ്കിലും ഇത് ഇവിടെ ഇരിക്കട്ടെ. ചോറൊന്നും ഒത്തിരി ചെലവുള്ളതല്ലേ. ഇവിടെ ഉണ്ടല്ലോ വേറൊരു അഭിമാനി, സിജൻ. ചോറൂണിന്റെ ചെലവിനെ കുറിച്ച് ഓർത്ത് വെപ്രാളത്തിലായിപ്പോ. ചോറൂണിന്റെ ചെലവിനെ കുറിച്ച് ഓർത്ത് വിഷമിക്കണ്ട, അതൊക്കെ ഞാൻ നോക്കിക്കൊള്ളാന്ന് പറഞ്ഞിട്ടും സിജന്റെ തലയിൽ കയറുന്നില്ല. സ്വന്തമായിട്ട് ജോലിയില്ലാത്തതിന്റെ പ്രയാസം വേറെയും. അല്ല, സിജനെ കുറ്റം പറയാനും പറ്റില്ല. ഒരു കുടുംബമൊക്കെ ആയി കഴിയുമ്പോൾ ജോലിയും വരുമാനവും ഇല്ലെങ്കിൽ സ്വസ്ഥതക്കേട് തന്നെയാണ്. നമ്മളൊന്നും വിചാരിക്കില്ലെങ്കിലും മനസ്സിലൊരു ഉൾക്കുത്തലുണ്ടാവും. ആ നിലയിലാ സിജനിപ്പോ. ഇതാ, ഇത് നീ തന്നെ വെച്ചാൽ മതി. രണ്ടും 10ഉം 50ഉം. മോളെ, ദേ ഇതെന്തുവാ? കറി ഞാൻ ഉണ്ടാക്കിയതാ മോളെ. കറി ഇങ്ങനെയാണോ കറി ഉണ്ടാക്കുന്നത്? എനിക്കങ്ങ് വേണ്ട. അറിയാത്ര കറി ഒന്നും ഉണ്ടാക്കാൻ അറിയത്തില്ല. പിന്നെ എന്തിനാ ഇവിടെ ജോലിക്ക് നിൽക്കുന്നത്? ശമ്പളം കൃത്യമായിട്ട് തരുന്നില്ലേ? എല്ലാരും പോ. ആരും വേണ്ട, എനിക്ക് ആരും കാണണ്ട. പോവാൻ പറഞ്ഞില്ലേ? ഇറങ്ങി പോ അവിടുന്ന്. അല്ല ആന്റി, ഇത് ഇവിടെ
നിന്റെ അടുത്തല്ലേടാ പോവാൻ പറഞ്ഞത്. അയ്യോ. പോടാ, ഇറങ്ങി പോടാ. ആന്റി. പോടാ അവിടുന്ന്. പോടാ. 1, 2, 3, 4, 5, 80. നീ കണ്ടില്ലേ മാണിക്യമംഗലത്തെ ജലജകുമാരിയുടെ ഇപ്പോഴത്തെ അവസ്ഥ? നരക ജീവിതവാ. മടുത്തു. അങ്ങനെ മടുത്താൽ എങ്ങനെയാ? പിടിച്ചങ്ങ് കേറണം. പുറത്തു നിന്ന് നിനക്കൊക്കെ അങ്ങനെ പറയാം. അനുഭവിക്കുന്നത് മുഴുവൻ ഞാനല്ലേ. വല്ലാത്തൊരു ഗതികേടില്ല ഞാൻ പെട്ടിരിക്കുന്നത്. ഒക്കെ ശരിയാവും. ഒരു കയറ്റത്തിന് ഒരു ഇറക്കവും ഉണ്ടാവുന്നല്ലേ പറയാറ്. ദേ ഇപ്പൊ അനുഭവിക്കുന്ന കഷ്ടപ്പാടിന് നല്ലൊരു ഫലം തന്നെ കിട്ടും. സ്വത്തുക്കളുടെ പ്രമാണം. ആ എന്തൊക്കെ സഹിക്കേണ്ടി വന്നാലും പിടിവിടരുത്. ഇല്ലടാ, ആ ഒരു ലക്ഷ്യം കണ്ടുകൊണ്ട് തന്നെയാ ഞാൻ നീങ്ങുന്നത്. എന്നാലും ചിലതൊക്കെ സഹിക്കാൻ പറ്റുന്നില്ല. ഇന്നേ വരെ അടുക്കളയിൽ കയറാത്ത ഞാനാ എനിക്ക് മോൾക്കും വേണ്ടി വെച്ചുണ്ടാക്കുന്നത്. കഷ്ടപ്പെട്ടുണ്ടാക്കി കൊടുത്താലോ? ഇപ്പൊ കണ്ടില്ലേ, അതാ സ്ഥിതി. മതിരിച്ചിട്ട് തുപ്പാനും കഴിച്ചിട്ട് ഇറക്കാനും പറ്റാത്ത പോലെയാ. അല്ല, സഹായത്തിന് ആളെ വെക്കാൻ പാടില്ലേ? എന്നിട്ട് അവർക്ക് ആര് ശമ്പളം കൊടുക്കും? നീ കൊടുക്കുവോ? അല്ല അത് കയ്യിൽ ഒരു പൈസയും തരില്ല. വേണ്ടുന്ന സാധനങ്ങളൊക്കെ ഇവിടെ എത്തിക്കും. ശരിക്കും എന്നെ പൂട്ടിയിട്ടിരിക്കല്ലേ. മുമ്പ് ഞാൻ നിന്നോട് പറഞ്ഞ സംശയമില്ലേ, അച്ഛനും മോളും തമ്മിലുള്ള ഒത്തുകളിയാണോന്ന്? ആ സംശയം ബലപ്പെട്ടുകൊണ്ടിരിക്കുക ഇപ്പോ. ഏയ്, അതിനുള്ള ഒരു സാധ്യതയും ഞാൻ കാണുന്നില്ല. ആന്റി, മതി എന്തൊക്കെ അട്ടഹാസം കാണിച്ചാലും ആന്റി പൊട്ടിത്തെറിക്കരുത്. മയത്തോട് ഇടപെട്ട് വശത്താക്കണം. ഇങ്ങനെയുള്ള ആൾക്കാരോട് പ്രയോഗിക്കേണ്ടത് മയക്കുവെടിയാ. അത് ഞാൻ ഏറ്റു. അതിനിടയില് നമുക്ക് വേറൊരു കാര്യം ചെയ്യാനുണ്ട്. മതികലയുടെ പേരിൽ നല്ലൊരു എമൗണ്ട് ഫിക്സഡ് ഡിപ്പോസിറ്റായി ഏതോ ബാങ്കിൽ കിടപ്പുണ്ട്. അത് ഏത് ബാങ്കിലാണെന്നും എത്ര എമൗണ്ട് ഉണ്ടെന്നും ഒന്നറിയണം. അങ്ങനെ ഒരു സംഭവം ഉണ്ടോ? ഉണ്ടടാ. ചിലപ്പോ ഒന്നിലധികം ബാങ്കിൽ കാണും. അതിന്ന് കുറച്ച് കിട്ടിയാ എന്റെ തൽക്കാല ആവശ്യങ്ങൾ നിറവേറ്റാനാവും. അല്ല, അപ്പോ എന്റെ ആവശ്യങ്ങള് നിനക്കും തരും. മുമ്പും തന്നിട്ടില്ലേ? തന്നിട്ടൊക്കെയുണ്ട്. ബാങ്ക് അക്കൗണ്ടുകള് കുറെ ഉണ്ട് അവൾക്ക്. പക്ഷെ ഈ അവസ്ഥയില് ചോദിച്ചറിയാൻ പറ്റില്ലല്ലോ. അതൊന്നറിയാൻ എന്താ വഴി? വഴിയൊക്കെ നമുക്കുണ്ടാക്കാം. ആള് മതിയായതുകൊണ്ട് നല്ലൊരു എമൗണ്ട് തന്നെ കാണും. അല്ല, ഇത്രയും നാളായിട്ടും ഈ റൂട്ടിൽ ആന്റിയുടെ ചിന്ത പോകത്തത് വല്ലാത്ത കഷ്ടം തന്നെ. എല്ലാ തരത്തിലും മനസ്സ് മടുത്തു നിൽക്കുമ്പോഴെങ്ങനെയാ ഇങ്ങനെയൊക്കെ ചിന്തിക്കാനാവുക? ഇന്നലെ രാത്രി പൈസയെക്കുറിച്ച് ചിന്തിച്ചപ്പോഴാ ഈ ഫിക്സഡ് ഡിപ്പോസിറ്റിന്റെ കാര്യം ഓർമ്മ വന്നത്. ഈ ഒരു അറിവ് മതി, ബാക്കി ഞാൻ കണ്ടുപിടിച്ചോളാം. അല്ല ആന്റി, ഈ ഫിക്സഡ് ഡെപ്പോസിറ്റ് മതിക്ക് മാത്രമേ പിൻവലിക്കാനാവൂ. പിന്നെ അക്കൗണ്ട് കണ്ടെത്തിയിട്ട് നമുക്ക് എന്ത് ചെയ്യാനാവും ആന്റി? പലതും ചെയ്യാനാവും. ഏത് അക്കൗണ്ടിലാണ് പണം ഉള്ളതെന്ന് അറിഞ്ഞാൽ മാത്രം മതി. ഓക്കെ, ഞാൻ എന്റെ അന്വേഷണം തുടങ്ങിക്കഴിഞ്ഞു. ഇതാര്? എന്താ ഇവിടെ? ഞാന് ഇവിടെ ഓ, ചോറൂണിന് കുഞ്ഞുങ്ങൾക്ക് ഉരുപ്പടി വാങ്ങാൻ വന്നാവൂല്ലേ? അത് അതെ. എന്നിട്ട് വാങ്ങിയോ? വാങ്ങി. ആ, നന്നായി. നേരത്തെ വാങ്ങി വെക്കുന്നത് നല്ലതാ. ഞാനും അതിനായി തന്നെ ഇറങ്ങിയതാ. അല്ല, ചെന്നിട്ട് എനിക്കൊന്ന് രണ്ട് കാര്യങ്ങൾ ഏർപ്പാടാക്കുന്നുണ്ട്. ആ, അവിടെ നിന്നേ അറിയാം.
പൂക്കോട് രാഘവൻ അറിയാത്തതും കേൾക്കാത്തതുമായ എന്തെങ്കിലും കാര്യങ്ങൾ വയലോരം വീട്ടിൽ നടന്നിട്ടുണ്ടോ? ഇല്ലല്ലോ. ഇപ്പൊ നടക്കാൻ പോകുന്നത് ഒരു നല്ല കാര്യമല്ലേ മനസ്സിജ? കുട്ടാപ്പുവിന്റെയും കുഞ്ഞുമണിയുടെയും ചോറൂണ് ഒരേ ദിവസം ഒരേ മുഹൂർത്തത്തിൽ നടക്കാൻ പോവല്ലേ, അതും ഗുരുവായൂർ വെച്ച്. തീരുമാനങ്ങളൊക്കെ അങ്ങനെ തന്നെയാണ്, ഒന്നിനും ഒരു മാറ്റമില്ല. ആ ദേ, ഒരണുവിട മാറ്റം വരുത്താൻ ഞാൻ സമ്മതിക്കത്തൊന്നുമില്ല. എല്ലാവരെയും ക്ഷണിച്ചോ മനസ്സിജ? എല്ലാരും ക്ഷണിച്ചു. ആ, ആരെയും വിട്ടുപോകരുത്. അങ്ങനെ സംഭവിച്ചാൽ അവരുടെ പരാതി എനിക്ക് കേൾക്കേണ്ടി വരും. എന്തായാലും അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാവില്ല. ആ, വണ്ടിയൊക്കെ ഏർപ്പാടാക്കിയിട്ടുണ്ടല്ലോ. ഓ, ആ, അവിടെ ഗുരുവായൂർ മുറിയും ബുക്ക് ചെയ്തിട്ടുണ്ട്. ആ, നന്നായി. ഓ, ഇന്നത്തെ സ്വർണ്ണവില കണ്ട് ഞെട്ടിപ്പോയി മനസ്സില. ഗ്രാമിന് 200 രൂപയാ വ്യത്യാസം. 200 അല്ല 2000 രൂപ കൂടിയാലും പൂക്കോട് രാഘവൻ ഒന്ന് എടുക്കണമെന്ന് ആഗ്രഹിച്ച അതെടുത്തിരിക്കും. എന്റെ സീതമോളുടെ കുഞ്ഞിന് ഒരു അപ്പൂപ്പനെന്ന നിലയ്ക്ക് കാര്യമായിട്ട് എന്തെങ്കിലും ഞാൻ കൊടുക്കണ്ടേ മനസ്സില? കൊടുക്കണം. ആ, കയ്യിൽ നയാ പൈസ പോലും ഇല്ലാത്തവർ ഇങ്ങനത്തെ വിശേഷം വരുമ്പോ കട്ടിട്ടായാലും പിടിച്ചുപറിച്ചിട്ടായാലും അവരുടെ അന്തസ് നിലനിർത്തുന്നില്ലേ? കുട്ടാപ്പൂന് മാത്രമല്ല, എന്റെ കുഞ്ഞുമണിക്കും എന്തെങ്കിലും ഇട്ടുതരണമെന്നാ എന്റെ തീരുമാനം. ആയിക്കോട്ടെ, എന്നാ പിന്നെ ഞാനങ്ങോട്ട്. ആ, ശരി ശരി. അതൊന്നും എടുക്കുവോ? ഇതാണോ? അതായാലും മതി. ഇതാ. ഇതെടുത്തോ. ഇത് പാക്ക് ചെയ്തോളൂ. ഇത് മാത്രം മതിയോ? ഇതും. എന്തൊരു ചൂടാ, പുറത്തിറങ്ങാൻ പറ്റുന്നില്ല. മേലാസകലൊരു കുത്തല. ഈ ദേശാടനത്തിന് പോകുമ്പോ ഈ ചൂടൊന്നും അറിയാറില്ലേ? അതെങ്ങനെ അറിയും? മനസ്സ് നിറയെ ഭഗവാനില്ലേ, ഒന്നും അറിയില്ല. ഇങ്ങനെ നാട് ചുറ്റി നടക്കുന്നവർക്കൊന്നും അറിയണ്ടല്ലോ. കുഞ്ഞുങ്ങളുടെ ചോറൂണ് ദിവസം ഇങ്ങ് എത്താറായി. അതിനെക്കുറിച്ച് വല്ലതും അറിയാമോ? അതെന്ത് വർത്തമാനാ സുഭദ്ര ഈ പറയുന്നത്? ഞാനും കൂടി ഉഴപ്പടല്ലേ ദിവസം കുറിച്ചത്. എന്നായാലും ആ സമയത്ത് ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും. ഇങ്ങനെ ഇവിടെ ഉണ്ടായിട്ട് എന്ത് ഫലം? അപ്പച്ചിയപ്പന്റെ വകയായി കുഞ്ഞുങ്ങൾക്ക് വല്ലതും കൊടുക്കാൻ ഭാവമുണ്ടോ? അല്ല, അവരൊന്നും പ്രതീക്ഷിക്കില്ല. എന്നാലും എന്തെങ്കിലും കൊടുക്കാം. ഭഗവാൻ എന്തെങ്കിലും ഒരു വഴി കാണിച്ച് തരാതിരിക്കില്ല. എല്ലാം ഭഗവാന്റെ തലയ്ക്ക് വെച്ചാ മതിയല്ലോ. കുട്ടിമണി, 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 കുഞ്ഞുമണിയും കാണുന്നില്ലല്ലോ. എണ്ണ തേച്ചൊന്ന് കുളിക്കണം. വാങ്ങിച്ചു വെച്ച എണ്ണ ഇവിടെ ഉണ്ടാവുമല്ലോ. അതെ, അത് മൊത്തമായി അങ്ങ് തീർത്തേക്കരുത്. എനിക്കും കൂടെ വേണ്ടതാണെന്നുള്ള ഓർമ്മ വേണം. ഓർത്തേ. അപ്പച്ചമ്മേ, അപ്പച്ചേപ്പാ, കുട്ടിമണിയും കുഞ്ഞുമണിയും കാണുന്നില്ല. കാണുന്നില്ലെന്നോ? മുറിയിലൊക്കെ നോക്കിയ മോളെ. എല്ലായിടത്തും നോക്കി, രണ്ടാളെ ഇവിടെ എങ്ങും കാണുന്നില്ല. അയ്യോ, എന്റെ പരുത്തിക്കാവിലമ്മേ. മുരുക, എന്റെ കുഞ്ഞുങ്ങളെ ഇവിടെ പോയി. ഓ, കുട്ടിമണി കുഞ്ഞുമണിയെ കളിപ്പിച്ചോണ്ടിരിക്കുന്നത് കണ്ടതാണല്ലോ ഞാൻ. ഹലോ, സിജ, സീതെടുത്തിയാ? എവിടെയുണ്ട്? ഞാൻ സിജന്റെ കൂടെ കുട്ടിമണിയും കുഞ്ഞുമണിയും ഉണ്ടോ? ഇല്ല, എന്റെ കൂടെ ഇല്ല. എന്താ സീതെടുത്തി? അത് സിജൻ ടെൻഷനാവണ്ട. കുട്ടിമണിയും കുഞ്ഞുമണിയും ഇവിടെ എങ്ങും ഇല്ല. ഇല്ലെന്ന് പറഞ്ഞ? കാണാനില്ല. ഇവിടെ കാണാത്തോണ്ട് സിജന്റെ കൂടെ ഉണ്ടാവുമെന്ന് കരുതി. സിജൻ ഒന്ന് നോക്ക്, ഞങ്ങളും ഇവിടെ നോക്കാം. എന്തായി മോളെ? സിജനെ വിളിച്ചതാ. സിജന്റെ കൂടെ ഇല്ല.
സിജൻ എല്ലായിടത്തും നോക്കുന്നുണ്ട്. വാ നമുക്കൊന്ന് നോക്കാം. കുട്ടിമണി മോളെ. Yeah.